സലാമുണ്ട് ട്ടോ പ്രിയപ്പെട്ടവരെ, സലാമുണ്ട് ട്ടാ. വിശേഷങ്ങളല്ലേ ഉള്ളൂ, അതുകൊണ്ട് വന്നാണ്ടാ. ഇപ്പൊ പിണറായി വിജയൻ 2 വട്ടം കേരളം തുടർച്ചയായി ഭരിച്ചെന്നും പറഞ്ഞ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലകുത്തി മറിയായിരുന്നില്ല. ഇല്ലേ? ഈ എന്താണ് കൊരങ്ങന്മാര് ആ കൊമ്പിന്ന് ഈ കൊമ്പിന്ന് ചാടി തലകുത്തി മറിഞ്ഞ് കരണം മറിയണ പോലെ പറയായിരുന്നില്ല, ആഹ്ലാദം കൊണ്ട്. ഇല്ലേ? സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കെ പൊറുതിയില്ല എന്ന് പറഞ്ഞ് ലഡു പൊട്ടി, ഉള്ളിൽ ലഡു പൊട്ടി, 3.0 വീണ്ടും ആവർത്തിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴല്ലേ 8 നിലയിൽ അങ്ങോട്ട് പൊട്ടി. 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ 8 കൊണ്ടേ മാനനഷ്ടത്തിന് കേസ് കൊടുക്കൂട്ട. 164 നിലയിലാണ് പൊട്ടിയത്, 8 നിലയിലല്ല. അവിടുന്ന് പിന്നെയും പൊട്ടി. അങ്ങനെ വെറും 35 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി ഈ പാർട്ടി. ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട തോൽവി. ഇവിടെ 102 സീറ്റോടുകൂടി ഗംഭീര ഭൂരിപക്ഷത്തോടുകൂടി, മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വരികയും ചെയ്ത്. അപ്പൊ ഈ CPM ഇത്രത്തോളം നാണക്കേട്, മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ നാണക്കേടുണ്ടാക്കി ഈ പാർട്ടിനെ ഇത്രത്തോളം പരാജയത്തിന്റെ പടുകുഴിയിൽ കൊണ്ട് ചാടിച്ചത് ഈ പിണറായി വിജയനും MP ഗോവിന്ദനും ആണെന്നാണ് ഇപ്പൊ ഈ CPM എല്ലാ പരാജയ അവലോകന കമ്മിറ്റിയും തീരുമാനമെടുത്തത്. അങ്ങനെയാണ് അവർ കണ്ടെത്തിയത്. റിപ്പോർട്ട് മുകളിലേക്ക് പോയതും അങ്ങനെയാണ്. അത് സംസ്ഥാന സമിതിയിൽ ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയനും MP ഗോവിന്ദനും അവിടെ വിളക്കൊക്കെ കത്തിച്ചു വെച്ചിരുന്ന റിപ്പോർട്ട് അങ്ങോട്ട് വെട്ടിക്കാട്ടിക്കളഞ്ഞ്, അവരുടെ പേര് വരുന്ന വശമൊക്കെ വെട്ടിക്കളഞ്ഞ് അത് കീഴ്ക്കാട്ടിക്കളഞ്ഞ് വേറെ റിപ്പോർട്ട് എഴുതി നല്ല A4 ഷീറ്റിലേക്ക് എഴുതി മുകളിലേക്ക് കൊടുത്ത് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊടുത്ത്. കേന്ദ്ര കമ്മിറ്റിയിൽ ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ അവർ ആദ്യം തന്നെ വലിച്ചേരി കാട്ടിക്കളഞ്ഞ്. MA ബേബി അല്ലെങ്കിൽ തന്നെ കലിപ്പിൽ നടക്കാണ്. കൊല്ലത്ത് പരനാല് പ്രയോഗത്തിലൂടെ MA ബേബിനെ തോപ്പിച്ച് കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല, നിലത്ത് നിറയിൽ നിൽക്കാൻ പറ്റുള്ള ഒരു സ്ഥാനമില്ല, മാനമില്ല, പേരിന് ദേശീയ സെക്രട്ടറി എന്നുള്ളൊരു സ്ഥാനമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ആ പുള്ളിക്കാരൻ അവിടെ നിന്നുണ്ട് വേറെ ചില കളിയൊക്കെ കളിച്ച് കേരളത്തിൽ ഈ അസ്വസ്ഥരായിട്ടുള്ള പിണറായി വിജയന്റെ ഈ ചെയ്തികൾ കൊണ്ട് സ്ഥാനവും മാനവും ഒക്കെ പോയി നടക്കുന്ന കുറെ CPM പ്രവർത്തകരുണ്ടല്ലോ. അപ്പൊ അവരെയൊക്കെ സംഘടിപ്പിച്ച് പുള്ളി ഒരു അച്ചുതണ്ടുണ്ടാക്കി ചില തീരുമാനങ്ങൾ എടുപ്പിച്ച് എന്ന് പറഞ്ഞ പോലെ തീരുമാനം വന്നേക്കണത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയനും MP ഗോവിന്ദനും തന്നെയാണ് ഈ പാർട്ടിയെ തോപ്പിച്ചതെന്നും പറഞ്ഞ അവര് തീരുമാനം റിപ്പോർട്ട് എഴുതി വിട്ടേക്കണത്. ആ റിപ്പോർട്ടിൽ നിന്ന് പുറത്തും വന്ന് മാധ്യമങ്ങൾ കിട്ടി ആകെ നാണക്കേടായി ഇടങ്ങേറായി. പോളിറ്റ് ബ്യൂറോയിൽ തന്റെ കൂടി വോട്ട് ഇട്ടിട്ടാണ് പിണറായി വിജയൻ 2-2 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം പിടിച്ച് മേടിച്ചെടുത്തത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ സ്ഥാനം കൊണ്ടുപോയനെ. ഒരു സ്ഥാനമില്ലാണ്ട് എനിക്കിനി നിയമസഭയിലേക്ക് ചെല്ലാൻ പറ്റൂല, ഞാൻ മുഖ്യമന്ത്രിയായിരുന്നു 10 വർഷം, അങ്ങനെ പലരോടും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കടക്ക് പുറത്ത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ ഞാൻ, എനിക്ക് ചുറ്റും പരിവാരങ്ങളും ആളും കോളും ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നപ്പോൾ വെറുതെ ഒരു നിയമസഭയിൽ വെറുതെ ഒരു MLA ആയിട്ട് വെറുതെ അവിടെ ചടഞ്ഞുകൂടി എനിക്ക് ഇരിക്കാൻ പറ്റൂല, എനിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം വേണം. ഇപ്പുറത്ത് വേറെ കാര്യം ഉണ്ടായിരുന്നിട്ടാ. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് ക്യാബിനറ്റ് റാങ്ക് ഉണ്ട്. അപ്പൊ നേരിട്ട് ഇപ്പൊ പിള്ളേരുടെ കേസ് ഉണ്ടല്ല, വീണ വിജയന്റെ കേസ്, പിണറായി വിജയന്റെ ലാബലിംഗ് കേസ്, അങ്ങനെ 100 കൂട്ടം കേസ് ഉണ്ടല്ല. ഈ കേസിനൊക്കെ നേരിട്ട് പോലീസുകൾ ഓടി വരാണെന്നുണ്ടെങ്കിൽ നിയമസഭാ സ്പീക്കറുടെ ഒക്കെ അനുമതി വേണം പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ. അത് പ്രതിപക്ഷ നേതാവായിരുന്നാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ രാഖി രാമനും വന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകും. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അതായിരുന്നില്ല ഇടപാട്. വിരോധമുള്ള ആളുകളുടെ വീട്ടിലേക്ക് പോലീസിനെ ADGP MR അജിത് കുമാറിന്റെ പോലീസിനെ പറഞ്ഞിടും, രാത്രി ഇവരെയൊക്കെ പൊക്കിക്കൊണ്ടുപോകും. ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ TP നന്ദകുമാറിനെ, അതുപോലെ മറുനാടന്റെ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജസ് കരിയറിന്റെ DNA ചീഫ് എഡിറ്ററായ നമ്മുടെ മാർക്കോ പോളോനെ, ഇങ്ങനെ എല്ലാവരെയും വിരോധം തോന്നുന്ന എല്ലാവരും മാധ്യമപ്രവർത്തകരടക്കം പാതിരാത്രിക്ക് പൊക്കി കൊണ്ടുപോയി ജയിലിലിടൂല, കള്ളക്കേസ് ഉണ്ടാക്കി. അപ്പൊ പിണറായി വിജയൻ അറിയാം. അപ്പൊ തിരിച്ച് ഇവിടെ സതീശന് ഭരണം കിട്ടി കഴിഞ്ഞപ്പോൾ താൻ വെറുതെ ഒരു MLA മാത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിവാളും, പാതിരയ്ക്ക് പോലീസ് വീട്ടിൽ ഇറച്ചി കയറി തന്നെയും പൊക്കിക്കൊണ്ടുപോകുന്നു മനസ്സിലായപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം എങ്ങനെയെങ്കിലുമൊക്കെ ചോദിച്ച് മേടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് കിട്ടൂല എന്നായി കഴിഞ്ഞപ്പോൾ തന്റെ കൂടി സ്വന്തം വോട്ടിട്ട് ആ വോട്ടിട്ടാണ് ജയിച്ചത്. അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനം ചോദിച്ച് മേടിച്ച് ആ കസേരയിൽ കയറി ഇരുന്ന്. ഇപ്പൊ എന്താ ആ കസേരയൊന്നും ഒരു കാര്യമില്ല, പോളിറ്റ് ബ്യൂറോ അംഗത്വം വരെ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇപ്പൊ കുറിപ്പും കൂടെ വന്നേക്കണത്. ഇനി ഈ കസേരയിൽ ഇരുന്ന് പാർട്ടിനെ നയിച്ച് പാർട്ടിനെ നിർമൂലനാശാക്കാന്ന് വിചാരിക്കണ്ട. 1 കോടി വോട്ടിന്റെ കൂടുതലുള്ള ഈ കുറി UDF കിട്ടിയത്. ഈ 1 കോടി വോട്ടൊക്കെ എവിടെ നിന്ന് പോയത്? 1 കോടിയിൽ 90 ലക്ഷം വോട്ട് ഈ CPM വോട്ട് തന്നെ പോയേക്കണത്. അപ്പൊ ഇനി CPM അവലോകന യോഗം നടന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പുള്ളിക്കാരനെ വെച്ചിട്ടുണ്ട് ഈ CPM നേതൃത്വത്തിൽ പിണറായി വിജയന്റെ റാം മൂളിയായ MP ഗോവിന്ദനെയും വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂലെന്ന് അവർക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് ഈ പുള്ളങ്ങൾ രണ്ടുപേരും നേതാക്കന്മാർ ചെയ്ത സേവനമൊക്കെ മതി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഏതായാലും പ്രായവും വയസ്സും ഒക്കെ ആയില്ല, കണ്ണും കാണാൻ പാടില്ല, ചെവിടും കേൾക്കാൻ പാടില്ല, നേരെ നിൽക്കാനും പാടില്ല, ആളുകളോട് സംസാരിക്കാനും അറിയാൻ പാടില്ല എന്നൊരു കാര്യം ചെയ്യും. വീട്ടിൽ പോയിരുന്നോ, ഇനിയിപ്പോൾ ശേഷിച്ച കാലം വിശ്രമ ജീവിതം മതി എന്ന് പറഞ്ഞപ്പോൾ പോളിറ്റ് ബ്യൂറോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഇപ്പൊ സംസ്ഥാന സമിതി തിരുവനന്തപുരത്ത് കഴിഞ്ഞോളൂ, ഇനി കുറച്ചുകൂടി വിപുലീകരിച്ചൊരു സംസ്ഥാന സമിതി കോഴിക്കോട് വെച്ച് നടക്കാൻ പോകുന്നുണ്ട്. കോഴിക്കോട് വെച്ച് ഈ സമിതി നടക്കുമ്പോൾ അന്ന് തീരുമാനം എടുക്കും, വിടും, അന്ന് ചീട്ട് കീറും. ഈ MP ഗോവിന്ദന്റെ ചീട്ട് കീറും, പിണറായിയുടെയും ചീട്ട് കീറും. ഇപ്പൊ ചീട്ട് കീറി വച്ചേക്കാണ്. അത് അന്ന് കയ്യിലേക്ക് കൊടുക്കും. എന്തായാലും ഇനി പിണറായി വിജയന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് CPM ബലസാൻ പറ്റൂല. അതിന്റെ പേരിൽ ക്യാബിനറ്റ് റാങ്കിൽ കൂടുതൽ ബലസി നടക്കാൻ അതും പറ്റൂല. MP ഗോവിന്ദനും പറ്റൂല. MP ഗോവിന്ദൻ എവിടെയെങ്കിലും പോയി ബായ തുറന്നാൽ മതി, പ്രസംഗിക്കണമെന്നില്ല എന്ന് പറയുന്നത്. വെറുതെ ബായ എന്ന് തുറന്ന് എന്ത് പറയുന്ന സഖാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 വോട്ട് അപ്പം പോകുമെന്ന് പറയുന്നത് CPM. അപ്പൊ അത്രത്തോളം 100 പേര് അങ്ങോട്ട് കൊഴിഞ്ഞു പോകുന്നു പറയുന്നത് ഈ പുള്ളിക്കാരന്റെ. ബായ തുറന്നു കഴിഞ്ഞാൽ വർത്താനം പറഞ്ഞ വായനാട്ടം കൊണ്ടല്ലാട്ടോ, അതെനിക്കറിയാൻ പാടില്ല. പക്ഷെ ബായ തുറന്ന് എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അപ്പൊ അത് CPM എതിരായിട്ട് പുള്ളിക്കാരൻ പറയുള്ളൂ.
അങ്ങനെ വായിന്ന് വരുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യന് മനസ്സിലാവാത്ത ത്വാത്വിക വിചാര ചിന്തന അവലോകനങ്ങളൊക്കെ നടത്തി കഴിയും. വൈരുദ്ധ്യാത്മിക ഭൗതിക സിദ്ധാന്തം നമുക്ക് തന്നെ പറഞ്ഞിട്ട് നാവ് കൊഴിഞ്ഞു പോണ്, ശരിയാവണില്ല. അപ്പൊ അങ്ങനെ സാധാരണക്കാരന്റെ വായിൽ കൊള്ളാത്ത, തൊള്ളെ കൊള്ളാത്ത, ചെവിയിൽ കയറാത്ത കുറെ വർത്താനമൊക്കെ പറഞ്ഞ് പാർട്ടീനെ അങ്ങനെ രണ്ടു കൂട്ടരും കൂടി സബൂറാക്കി. എന്തിന് പറയണേ? ലോകത്തിൽ ആദ്യമായിട്ട് ബാലറ്റ് സമ്പ്രദായത്തിലൂടെ അധികാരത്തിൽ വന്ന് ഈ പാർട്ടിനെ ഇവർ നിർമൂലനാശമാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കേരളത്തിൽ ഇല്ലാണ്ടാക്കി കളഞ്ഞ് വെറും 35 സീറ്റിലേക്ക് ഒതുങ്ങി. ബംഗാളിൽ 33 വർഷക്കാലം ഭരിച്ച പാർട്ടി ഇപ്പൊ അവിടെ ഒരു പുല്ലു പോലല്ല അല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ കേരളത്തിലും 10 വർഷം ഭരിച്ചപ്പോൾ അങ്ങനെയാക്കി. ഇനി ഇവരൊക്കെ കൂടി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പാർട്ടി ഇവിടെ ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളെ ഒക്കെ കൂടി ചേർന്നേക്കാണ്. അതായത് ശൈലജ ടീച്ചറെ ഒരു കാര്യമില്ലാണ്ട് വടകരയെ കൊണ്ടുപോയി മത്സരിപ്പിച്ച് അവിടുന്ന് വീണ്ടും പേരാവൂരിലേക്ക് സണ്ണി ജോസഫിന്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയി മത്സരിപ്പിച്ച്. ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിത്വം അത് ശ്യാമളനെ നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതിൽ പെശക് പറ്റി. പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിത്വം അത് പെശക് പറ്റി. അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം ഇത് പെശക് പറ്റി എന്നൊക്കെ പറഞ്ഞിപ്പോ വേണ്ട പുകിലായിരിക്കുകയാണ്. അതായത് ഈ 140 മണ്ഡലങ്ങളിലും CPM തോറ്റേന്റെ ഉത്തരവാദിത്തം പിണറായി വിജയന്റെയും MP ഗോവിന്ദന്റെയും തോളിൽ ആ മുഖം അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവര് പുറത്തേക്ക് പൊക്കോട്ടെ. ബാതിൽ തുറന്നു പിടിച്ചേക്കാണ്. CPM ബാതിൽ തുറന്നു പിടിച്ചേക്കാണ്. സാക്ഷിയൊക്കെ ഊരി തുറന്നു പിടിച്ചേക്കാണ്. ബാലഗോപാലും P രാജീവും പുത്തലത്ത് ദിനേശനൊക്കെ കൂടി പുറയുന്ന ആരെങ്കിലും ചവിട്ട് പൊട്ടിയ ആ നടയൊക്കെ തുറന്ന് പുറത്തേക്ക് വീഴാൻ കണക്കാക്കി നിൽക്കാണ്. ബാധിക്കെ കൊണ്ട് നിർത്തി ബാതിലും തുറന്നു വെച്ചേക്കാണ്. ആ ചീട്ട് കീറി ഇനിയിപ്പോ ഈ സെപ്റ്റംബറിൽ നടക്കുന്ന സംസ്ഥാന സമിതിയിൽ കൈ കൊടുക്കും. അതോടുകൂടി ഭരണം തീർന്ന്. അപ്പൊ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ എങ്ങനെ വരാണ്ടിരിക്കണം? അപ്പൊ പിണറായി വിജയന്റെ MP ഗോവിന്ദന്റെ കാര്യം ഏതാണ്ട് സബൂറാക്കി വച്ചേക്കാണ്. ഇനി പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടുമ്പോ വരാട്ടാ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ.